ഇനി സോളൗട്ടിനെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒറ്റ പീസിലുള്ള ഒരു ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഈസിയാണ്, കാരണം പെറ്റൽ സൈഡൊന്നും കട്ട് ചെയ്യുന്നു വേണ്ട. അപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ആവാം. നമുക്ക് ലെങ്ത്ത് അല്ല, ഇതിൻ്റെ ഇങ്ങോട്ടുള്ള ലെങ്ത്ത് ഈ ലെങ്ത്ത് ഇത് മതി. ഞാൻ ലെങ്ത്ത് വൈസ് കട്ട് ചെയ്തേക്കാണ്. ഈ ഒരു പീസ് മതി. ഇതിന് ഏകദേശം വിടുത്ത് ഇത്ര കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെയാണ് അതിന് ഷേപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ കൂട്ടി പിടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാക്കി വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം. പിന്നെ മടക്കരുത്, പിന്നെ മടക്കി നമുക്ക് തെറ്റിപ്പോകും. അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ പിടിച്ചിട്ട് മടക്കി പിടിച്ച് ഒരു സൈഡിൽ നിന്ന് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വളച്ചിങ്ങനെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് കത്രി ഇങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും വളയ്ക്കണം. ഇതിപ്പോൾ സോളൗട്ടിലായതുകൊണ്ട് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പേപ്പറിൽ കട്ട് ചെയ്ത് പഠിച്ചിട്ട് ഇതിലേക്ക് ചെയ്താലും മതി ഈ കട്ടിങ്. കാരണം ചിലപ്പോൾ ഇത് സോളൗട്ട് ആകുമ്പോഴത്തേക്കും കീറി പോകുന്നതുകൊണ്ട് ചിലപ്പോൾ പേടി കാണും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് നമുക്ക് ഏകദേശം ഇതിൻ്റെ പകുതി വരേക്ക് കട്ടാവണം. പക്ഷേ തിരിച്ചിങ്ങോട്ട് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണുള്ളൂ, അതേപോലെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ഇപ്പോൾ സോളൗട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് കീറി പോകുന്നതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പോൾ നടുഭാഗം എത്തുമ്പോഴത്തേക്കും പതുക്കെ ഇതിനെ മാറ്റിയിട്ട് ഓക്കെ ഈ പീസ് ഞാൻ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നടുഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മൾ പറ്റുന്ന പോലെ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് അതെല്ലാം മടക്കി പിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒറ്റ ഇങ്ങനെ ഒന്നൊന്നായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആദ്യം ഒരു പേപ്പറിൽ കട്ട് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിലോട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഇതുപോലെ നമുക്ക് കിട്ടും. കുഴപ്പമില്ല, എളുപ്പമല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് മനസ്സിലായില്ലേ? അത് കട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്തിൽ കിട്ടുകയാണെങ്കിൽ എടുത്താൽ നല്ലതാണ്. പിന്നെ എക്സ്ട്രാ പീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഒറ്റ പീസിൽ കിട്ടിയാലാണ് കുറച്ചും കൂടെ ഭംഗി. എന്നിട്ട് നമ്മളിതിനെ ആദ്യം ഒന്ന് പതുക്കെ ഇങ്ങനെയൊന്ന് റോൾ ചെയ്യണം. ഒരു 3-4 പെറ്റൽ വരെ റോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ ചുളുക്കി പ്രസ് ചെയ്ത് പോകണം. ചുളുക്കി പ്രസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ആ പെറ്റലിൻ്റെ ഷേപ്പ് പോകരുത്, വല്ലാണ്ട് പോകരുത്. പെറ്റലായിട്ട് തന്നെ നിൽക്കണം നമുക്ക്. അപ്പോൾ നമുക്കത് ശരിയായില്ലെന്ന് തോന്നി ഒന്നും കൂടെ ഒന്നും കൂടെ ചെയ്യാനേ ഉള്ളൂ. കാരണം അതൊന്നും പറ്റുമൊന്നുമില്ല, അങ്ങനെ കീറിപ്പോകുന്നില്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത്ര പെട്ടെന്ന് കീറിപ്പോവില്ല. നന്നായിട്ട് അടിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ കമ്പി ചുറ്റണം. ഒറ്റ പീസൊക്കെ വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് എടുത്താൽ മതി. നല്ല ഷേപ്പിൽ നമുക്ക് ഈ ഫ്ലവർ ആക്കിയെടുക്കാം. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണിത്. കാരണം റോസും അല്ല, എന്നാൽ നമുക്ക് നല്ല രസമായിട്ട് ഇത് അറേഞ്ച്മെൻറ്റിനും ബൊക്കേക്ക് പറ്റുന്ന ഫ്ലവറാണിത്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടി പീസുകൾ നിൽക്കണം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. അത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് ഇതിനാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി സാധാരണ ചെയ്യണ പോലെ തന്നെ ഫ്ലവർ ടൈപ്പ് ചുറ്റിയെടുക്കാം. വളരെ ഈസിയല്ലേ, എന്ത് പെട്ടെന്ന് ചെയ്തത്. ആ പെറ്റൽ കട്ട് ചെയ്യാനും അത്രയും ഒട്ടും സമയം വേണ്ട, നമുക്ക് കുറേ ഫ്ലവർ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ നമുക്കൊരു ബൊക്കേക്കൊക്കെ ഒരു 30 ഫ്ലവേഴ്സൊക്കെ വളരെ വേഗം ചെയ്തെടുക്കാനും പറ്റും. ബൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണിത്. അപ്പോൾ ഇത് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം ഇത്.